ഞാൻ ഈ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നു മണിക്കുട്ടി. അങ്ങനെ മണിക്കുട്ടിയുടെ കല്യാണമാണ് ഗൈസ് വരുന്നത്. അപ്പം അതിന് വേണ്ടി ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ രാജധാനി ജ്വല്ലറി വന്നാണ്. എൻ്റെ ഒട്ടുമിക്ക ഞാൻ എടുത്തിട്ടുള്ള കൈച്ചെയിന്, മാല, കമ്മൽ ഒക്കെ ഈ രാജധാനിയിൽ നിന്നാണ്. പിന്നെ രാജധാനി നക്ഷത്രയിൽ നിന്ന് എടുക്കും, രാജധാനിയിൽ നിന്ന് എടുക്കും, പിന്നെ ട്രിനിറ്റി, ഈ മൂന്നെടുത്തു നിന്നാണ് ഞാൻ സാധാരണ വാങ്ങാറുള്ള ഗോൾഡൊക്കെ. അങ്ങനെ ഞാൻ നേരെ ഇവിടെ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ രാജധാനി വന്നു. കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു മൂക്കൂത്തി അല്ലെങ്കിൽ മോതിരം, ഈ രണ്ടെണ്ണം ഏതിലും എടുക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഏതെടുക്കണമെന്നറിയാത്തൊരിതിലായിപ്പോയി. അപ്പോൾ അവൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് മൂക്കുത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം ഗോൾഡിൻ്റെ കുറേ സെക്ഷൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഡയമണ്ടിന് 5000-6000 രൂപയുടെ ഒക്കെ ഡയമണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരും കുറേ തപ്പി ലാസ്റ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂക്കുത്തിയിലേക്ക് എത്തി. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് അവൾക്ക് ഇടുന്നത് അത്ര ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ മൂന്നെണ്ണമാണ് ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരെ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ മൂന്നെണ്ണം സെലക്ട് ചെയ്തതിൽ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഈ ഒരു ഒരു ഡിഫറെൻറ്റ് ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത് അതായിരുന്നു. അങ്ങനെ നേരെ അവൾക്കുള്ളത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ട് ആ ചേട്ടൻ കുറേ മോതിരത്തിൻ്റെ കളക്ഷൻസൊക്കെ കാണിച്ചു. പുതിയ മോഡൽസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഓണമല്ലേ, അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡയമണ്ട് മോതിരം കുറേ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇട്ട് നോക്കിയപ്പം എൻ്റെ ഏകദേശം അളവാണല്ലോ അമ്മയ്ക്കും വരുന്നത്. അങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് ഞാൻ ഒരു മോതിരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു മോതിരമായിരുന്നു, വലിയ 1 ഗ്രാമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്ലും കുഴപ്പമില്ലാത്ത രീതിയിൽ വേണ്ട ഈ ഒരു മോതിരമാണ് എനിക്ക് ഇഷ്ടമായത്. നല്ലൊരു ലവ് ഒക്കെ വന്നിട്ട് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയപ്പം സൈസൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്തു ഗൈസ്. അപ്പം ഇതിന് രണ്ടിനും കൂടെ റേറ്റ് വന്നിട്ട് 13-12 ആ ഒരു റേഞ്ചായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് എന്തായാലും ഈ ഒരു മോതിരവും ഈ മൂക്കുത്തി പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ചെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇറങ്ങി. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കണമെന്ന് അറിയാത്ത ആകപ്പാടെ ഇതാവും. എനിക്ക് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ഡിസൈനൊക്കെ ആയിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ ചില ഈ വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാറുണ്ട് നല്ല ഡിസൈൻ്റെയൊക്കെ. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഡിസൈൻ കണ്ടു കഴിയുമ്പോൾ അയ്യോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊക്കെ ഒരു വഴിക്കായിപ്പോവും. അങ്ങനെ കുറേ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അതും പുതിയത് ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അതൊക്കെ ബില്ലൊക്കെ ആക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അമ്മയെ കൊണ്ടൊന്ന് കാണിക്കണം. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെയാണ് ഇത് എടുക്കാൻ വേണ്ടി വന്നത്. അമ്മ ജോലിക്ക് പോയിക്കോലും. അപ്പോൾ അമ്മ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി നേരെ അമ്മയെ കൊണ്ട് ഈ മോതിരം കാണിക്കണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം എൻ്റെ സെലക്ഷൻസൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറുള്ളതാണ്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഓണമായിട്ട് ഇവിടെ കുറേ ഓഫറുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചിട്ടിയൊക്കെ ചേർന്നിട്ടുണ്ട്. കാരണം മന്ത്ലി വീക്കെൻഡിൽ നമ്മൾക്ക് ഒരു എമൗണ്ട് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പവനാവുമ്പോഴോ അല്ലെങ്കിൽ 1 പവൻ്റെ പേയ്മെൻറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഏത് ഗോൾഡ് വേണമെങ്കിലും ആ ഒരു പൈസ ഇട്ടതിൻ്റെ അനുസരിച്ച് നമുക്ക് ഗോൾഡൊക്കെ എടുക്കാൻ പറ്റും. ഞാനൊരു 3 വർഷം കൊണ്ടേ ഇവിടെ ഈ ഒരു സ്കീം ചേർന്നിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ഈ ചെയിനൊക്കെ മേടിച്ചത് ഈ ഒരു ഗോൾഡിൻ്റെ ഈ ഒരു സ്കീം വെച്ചാണ്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ജ്വല്ലറിയായിട്ട് ഭയങ്കര അടുപ്പമാണ്. കാരണം നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയൊക്കെയാണ്. ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 1000 രൂപ വെച്ച് ഒരാഴ്ചയിൽ അടച്ച് എങ്ങനെയാളും അടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 1000 രൂപ വന്നില്ലെങ്കിൽ ഉടനെ വിളിച്ചു ചോദിക്കും എന്തേ ഗോൾഡ് സ്കീമിൻ്റെ പൈസ അയച്ചില്ലല്ലോ. അങ്ങനെ ഒരു നല്ല നമ്മൾ ഓർമ്മിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നല്ലൊരു കമ്പനി കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവർ എടുത്തെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. എനിക്കെന്തായാലും ഞാനൊരു മൂക്കുത്തി ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതിനെയും ഉടനെ എടുക്കണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ഓണമൊക്കെ കഴിയട്ടെ. ഇപ്പം അല്ലറ ഓട്ടോ കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മൂക്കുത്തി ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അത് എടുക്കണമെന്ന് ഭയങ്കര അതിയായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ പായ്ക്കൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഓണത്തിന് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പേഴ്സ് എല്ലാ പ്രാവശ്യം കിട്ടുന്നതാണല്ലോ. എന്നാലും നല്ല വെറൈറ്റിയാണ് ഇവിടുത്തെ പേഴ്സൊക്കെ. അങ്ങനെ പേഴ്സൊക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ അവിടെ ഒരു ഒരു ലക്കിയുടെ ഒരു സംഭവം, ഒരു കാർഡൊക്കെ ഫില്ല് ചെയ്ത് ഇട്ട് കഴിയുമ്പം ഓണം കഴിയുമ്പോൾ ഒരു നെറുക്കെടുപ്പ് എടുക്കുന്നുണ്ട്. അപ്പം കിട്ടുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് പേരും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഗോൾഡ് സ്കീമിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഒരു കാർഡൂടെ ആ ചേട്ടൻ ഫില്ല് ചെയ്ത് തന്നതാണ്. അങ്ങനെ
നന്നായിട്ട് തന്നെ ഞങ്ങൾ പോയി പർച്ചേസൊക്കെ ചെയ്ത് ഹാപ്പിയായി തിരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ ഡയമണ്ട് മാത്രമല്ല കേട്ടോ, ഡയമണ്ട് ഗോൾഡും എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഗൈസ്. അങ്ങനെ നേരെ ഇനിയും വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് അമ്മ അവിടെ നിന്ന് തലമുടിയൊക്കെ ചെയ്യുന്നു. ഞാൻ പെതുക്കെ അമ്മ എടുത്ത് ചെന്നപ്പോൾ അമ്മ ശരിക്കും ചെട്ടി കേട്ടോ. ഞാൻ ശ്യാമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്യാമ ചെട്ടി. അങ്ങനെ ഞാൻ ശ്യാമയ്ക്ക് ഓണമായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഞാൻ മണിക്കുട്ടിക്ക് എന്തെങ്കിലും കല്യാണത്തിന് മേടിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ അമ്മയ്ക്കും മേടിക്കുമെന്ന് അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അയ്യോ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പം അമ്മ ഞെട്ടി. എങ്കിലും അമ്മ വിചാരിച്ചു അവൾക്ക് വേണ്ടി വാങ്ങിയതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്, മണിക്കുട്ടിക്ക് ഞാൻ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, അമ്മയ്ക്ക് ഞാനിത് വേറെ ഒരു ഗിഫ്റ്റ് വാങ്ങി പറഞ്ഞപ്പം അമ്മ ആദ്യമൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെയാണ് അമ്മ വിശ്വസിച്ചത്. പിന്നെ ഞാൻ മോതിരം അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. ഇനി അമ്മയോട് ഞാൻ പറഞ്ഞു ഇട്ട് നോക്കാം, കാരണം എൻ്റെ കൈയളവ് കറക്റ്റ് ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ആദ്യം അമ്മ ഇട്ട് നോക്കിയപ്പം അമ്മയ്ക്ക് കൈ കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിൽ ഇപ്പുറത്തെ കൈ ഇട്ടപ്പം അമ്മയ്ക്ക് കറക്റ്റായിട്ട് ചേർന്നു കേട്ടോ. അയ്യോ ഞാൻ ആദ്യം ഓർത്ത് ദൈവമേ കറക്റ്റ് അല്ലേ എന്നൊക്കെ ആകെ ടെൻഷനായിരുന്നു. കാരണം നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് ഒരു സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ അത് ഇടാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആകെ വിഷമമാണല്ലോ. പക്ഷേ ഇപ്പുറത്തെ കൈ ഇട്ടപ്പം കറക്റ്റായിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പിയായി. അമ്മ ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണല്ലോ. സാധാരണ ഞാൻ പോകുമ്പോൾ മണിക്കുട്ടിക്ക് മേടിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇത് അമ്മയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ ശരിക്കും ഷോക്കായി കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞാനും അമ്മയെ പോയി മേടിക്കാറുള്ളതാണല്ലോ. അങ്ങനെയൊക്കെ ആകെ ഭയങ്കര ഹാപ്പിയായി. ഓണായിട്ട് അമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയായിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ മറൈൻ ഡ്രൈവിൽ എക്സ്പോയ്ക്ക് പോയപ്പോൾ ഞാൻ അമ്മയ്ക്ക് സെറ്റ് സാരിയൊക്കെ മേടിച്ചിട്ട് കൊടുത്തത്. നമ്മുടെ കമ്പനി ഇതുപോലെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വാങ്ങിയായിരുന്നു. എങ്കിലും അമ്മയ്ക്ക് ഈ ഒരു ഗോൾഡ് ഡയമണ്ടൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അതൊരു വേറെ വെറൈറ്റി സന്തോഷമാണല്ലോ. അങ്ങനെ അമ്മ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി ഗൈസ്. ഡയമണ്ട് മേടിക്കുമ്പോൾ അതിലൂടെ കാർഡൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയുടെ തന്നെ കൊടുത്തു. കാരണം എൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ എന്താണെന്നുള്ളത് പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ തന്നെ അത് സുരക്ഷിതമായി അമ്മയുടെ ഏൽപ്പിച്ചു. ഇതാണ് മണിക്കുട്ടിക്ക് വാങ്ങിച്ച മൂക്കുത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ കുട്ടി സന്തോഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോരോ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു ഗൈസ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.